ഹലോ ഗെയ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും യാത്രയാവുകയാണ്. എങ്ങോട്ടാന്ന് വെച്ചാൽ സൈനായെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടി പോവാന്നു. അപ്പോൾ സൈനായ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും പാക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇറങ്ങാം. അതിനെ കൊണ്ടുപോകുന്നില്ല, അതിനാലും ഇറക്കത്തില്ലാന്ന്. അതിനെ എണ്ണിക്കുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു പോരും. അതിൻ്റെ മുന്നേ എനിക്കിനി വരണം. ഓക്കെ ഓക്കെ. എപ്പോഴാ ബസ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. തിരിച്ച് അങ്ങോട്ട് പോയി നിൽക്കാം. ജംഗ്ഷനിൽ പോയിട്ട് പോകാനാണ്. അപ്പോൾ നമുക്ക് പോകാൻ സീറ്റ്. മാങ്കോട് എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ബഹളം ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. എന്റെ തൊണ്ട അടച്ച് സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ക്ലബിന്റെ പ്രോഗ്രാം ക്രിസ്മസിന് എല്ലാ വർഷവും ഞങ്ങൾക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ കൊണ്ടാക്കുമ്പോ അതിനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതിനെ എണ്ണിച്ചിട്ട് പോലും ഇല്ല. എന്റെ തൊണ്ടയ്ക്ക് എന്തോ വെച്ചിട്ടുണ്ടെന്ന് പാട്ട് പാടാനൊക്കെ സൈനയുടെ പാട്ടും വീഡിയോ എടുത്താ വീഡിയോ ഇടാം. സൈനയുടെ പാട്ടും പ്രോഗ്രാമുകളൊക്കെ ഇനി വരുന്ന വീഡിയോകൾ കാണുന്നതായിരിക്കും. അതെ, അത് കൊള്ളാമെങ്കിൽ മാത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. ബാഗില്ലാത്തതിൻ്റെ എന്തൊരു ശൂന്യത. ഇങ്ങനെ വെയിലൊക്കെ ആയിട്ടുണ്ട്. വെയിലൊക്കെ ഉറച്ചു വരുന്നുണ്ട്. എത്തില്ലല്ലേ. നല്ല ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സീനൊന്നും ഇല്ല. അതാ ഞാൻ കരഞ്ഞൂര് എത്തിയിട്ടുണ്ട്. എല്ലാരും ഉണ്ട്. ഞങ്ങൾ സ്കൂളിലോട്ട് പോവാ ഗൈസ്. അടിച്ചുപൊളിച്ചിട്ട് വരാം. കുറച്ചുകൂടി കിട്ടുമായിരുന്നുണ്ടെങ്കിൽ ഒരിത് വന്നേനായിരുന്നു പറയാനാണ്. അതെ അതെ, ഈ ബ്രേക്ക് വന്നോണ്ട് എല്ലാം ബ്രേക്ക് ആയിപ്പോയി. ഫുൾ ഓഫ് ബ്രേക്ക്. ഈ സിതാനെന്റെ അടുത്തൊരു ഫ്രണ്ട് നോക്കിയാണ്. ഞാൻ പറഞ്ഞില്ലേ 5 ഫോളോവേഴ്സ് എന്ന് പറഞ്ഞപ്പോലെ. ഞങ്ങൾ സ്കൂളിലോട്ട് കയറിയിട്ടുണ്ട്. സുമി ഒരു ഹൈ. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇങ്ങനെ അടുത്ത ബാക്കി നമുക്ക് പിന്നെ എടുക്കാം. അങ്ങനെ ഞങ്ങളെ കൊണ്ടിട്ടിട്ട് അമ്മ പോയി. പിന്നെ അസംബ്ലി ഒക്കെ ഉണ്ടായിരുന്നു. ബാക്കി വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് ഒരു ദിവസം അങ്ങനെ നൈറ്റ് ഡാൻസും പാട്ടും ഒക്കെ. എന്റെ ഡാൻസിന്റെ വീഡിയോ ഒന്നും കിട്ടിയില്ല. പിന്നെ പാട്ട് പാടിയാണ്, ഗ്രൂപ്പായിട്ട് പാടിയ പാട്ടൊക്കെ ഉണ്ട്. അതും നമുക്ക് വീഡിയോ ആയിട്ട് കിട്ടിയിട്ടില്ല. പിറ്റേ ദിവസം രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്തു. അന്നത്തെ ആക്ടിവിറ്റീസും കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് വീട്ടിൽ വന്നു. ഹലോ ഗേസ്, അപ്പം സൈന ക്യാമ്പും എല്ലാം കഴിഞ്ഞിട്ടു ഇവിടെ വന്നിങ്ങനെ ഇരിപ്പുണ്ട്. ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. പനിയായിട്ടൊന്നുമില്ല, ഒരു തൊണ്ടയടപ്പ്. എന്നാൽ അവിടെ ചെന്നിട്ട് 2 നേരമൊക്കെ കുളിച്ചെന്ന് പറഞ്ഞു. വീട്ടിലാകുമ്പോൾ ഒരു ദിവസമൊക്കെ കഷ്ടപ്പെട്ടാ കുളിക്കുന്നത്. അപ്പോൾ ക്യാമ്പിനൊക്കെ പോകേണ്ട അങ്ങനെ ഒരു ഭാരമായി. 2 നേരമൊക്കെ കുളിച്ചെന്നൊക്കെ പറഞ്ഞപ്പോൾ സന്തോഷമായി. അതിനെ വേറെ പച്ചമുളകൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുകയാണ്. നീ ചെടിയുടെ അടയ്ക്കുന്ന വിളിച്ചതാ. തന്നെ നമ്മള് കൃഷിയായിട്ട് ചെയ്തതല്ല, തന്നെ അരി വീണിട്ട് തന്നെ ഗ്രീൻ ചില്ലി, റെഡ് ചില്ലി. ചായ കുടിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. ചായ കുടിക്കുന്ന വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല. ഇടാൻ പറ്റിയെന്നല്ല, സത്യം പറയാൻ പറഞ്ഞു. ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഓർത്തു അവിടുന്ന് വരുന്ന വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. ഉച്ച സമയത്താണ്, നമ്മള് 2 മണി വരെയൊക്കെ ഉള്ളായിരുന്നു.
ഉച്ച സമയത്ത് ഇങ്ങനെ വെയിലും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ പെട്ടെന്ന് ഇനി വരാൻ നോക്കി. അതിനായി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് ഒരു ശബ്ദം ഇങ്ങനെ ഇടുന്നത്. അതിനൊരു ഇരിക്കുന്ന കണ്ടിട്ടാ. എപ്പോഴും സാധാരണ ഇങ്ങനെ ഇടയ്ക്ക് വന്നിരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്വഭാവം ഒന്നുമില്ല. അതിനെ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. സൈനയ്ക്ക് പിന്നെ എന്തുകൊണ്ട് പറയാന്? ഒന്നുമില്ല. ഒരുപാട് ഞോട്ടെഴുതാണ്ടല്ലയോ? തിങ്കളാഴ്ച ക്ലാസ് ഒക്കെ തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഒരുപാട് നോട്ടുണ്ട്. അതുകൊണ്ട് സൈന ഇങ്ങനെ ഒരു ഇരിക്കുമോ, നോട്ടെഴുതി തീർക്കണ്ടായോ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ നോട്ടെഴുതിക്കൂ. അമ്മ ഇപ്പൊ പേപ്പറൊക്കെ വാങ്ങിച്ചു. ഒരുപാട് നോട്ടെഴുതണ്ട. ഞാൻ കുറച്ച് പേപ്പറൊക്കെ പേപ്പറൊക്കെ മേടിച്ചുകൊണ്ട് വന്ന്. പിന്നെ അത്രക്കിതാണ് അതിന്റെ അടുത്ത് വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ അടുത്ത ഒരു വ്ളോഗുമായിട്ട് ഇവിടെ വരുന്നതായിരിക്കും. ബൈ. അതിനോട് ഒരു ബൈ വന്നോളൂ. അതിനാ ബൈ പറഞ്ഞില്ലെന്ന് വേണ്ട. എന്തായാലും കാണും. ബൈ ബൈ ബൈ.